വാർത്തകളിലേക്ക് വിശദമായി. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ സംസ്ഥാന വ്യാപകമായി ഇന്നും പ്രതിഷേധം. കോഴിക്കോട് കല്ലായി, എറണാകുളം ചോറ്റാനിക്കര എന്നിവിടങ്ങളിൽ സംഘർഷമുണ്ടായി. കോഴിക്കോട് അരക്കിണർ പാറപ്പുറത്ത് ബിജെപിയുടെ നേതൃത്വത്തിൽ സർവേ കല്ലുകൾ പിഴുതെറിഞ്ഞു. കോട്ടയം നട്ടാശ്ശേരിയിലും കുഴിയാലിപ്പടിയിലും നാട്ടുകാർ തടിച്ചുകൂടി പ്രതിഷേധിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ കേരയിൽ വന്നാൽ ബാബുക്കുട്ടൻ ജനങ്ങളുടെ ഈ സംരക്ഷണം എടുക്കാൻ ഞങ്ങൾ മരിച്ചാൽ പോലും ഞങ്ങൾ തടയും, മരണം വരെ സമരം ചെയ്യും. എൻ്റെ സ്ഥലമൊന്നും പോകുന്നതല്ല, അവിടെ ഒരു വായനശാലയുണ്ട്, വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഇത് മുട്ടമ്പലത്തു നിന്ന് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ വായനശാല ഇടിഞ്ഞു വീഴും. ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ 500 മീറ്റർ ചുറ്റളവിൽ ഇതിൻ്റെ ആഘാതം ഉണ്ടാകുമെന്ന്. ആ ചരിത്രങ്ങൾ വഴക്കമുള്ള വായനശാലയത്. ഞാൻ DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റി മെമ്പറാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്, അതുകൊണ്ടാണ് ഇത് ഈ സമരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ ലോണും ഒക്കെ എടുത്ത് പണിത ഒരു ചെറിയ പെരയാണ്, അത് കളഞ്ഞിട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെന്ന് ഒരു കാര്യം ചെയ്യട്ടെ, ഞങ്ങളെല്ലാവരും കൊന്നിട്ട് കല്ലിട്ടിട്ട് പൊക്കോട്ടെ. ഞങ്ങൾ മരിച്ചു വീണാലും ഇവിടെ കിടന്ന് മരിക്കുന്നതല്ലാതെ വേറൊരിടത്തോട്ട് ഞങ്ങൾ പോകുന്നില്ല. അങ്ങനെ ജനിച്ച് വളർന്നു വരുന്ന അമ്പലമുണ്ട്, ഇവിടെ സ്കൂളുണ്ട്, കോളേജുണ്ട്. ഈ തരത്തിനെല്ലാം വെട്ടിമുറിച്ചും കൊണ്ട് എന്ത് നേടാനാണ്? പോലീസ് വന്നോട്ടെ, വലിച്ചോണ്ട് പൊക്കോട്ടെ, അല്ലെ അവർ കൊന്നോട്ടെ, ചാകുന്നതിന് ഒരു മടിയില്ല എനിക്ക്. കോട്ടയം നഗരസഭയെ കൊടുക്കാൻ ഭൂമിയില്ല, അതുകൊണ്ട് ലൈഫ് മിഷന്റെ ഒറ്റ വീട് പോലും പണിതിട്ടില്ല. ഞങ്ങളൊക്കെ PMAYയുടെ പദ്ധതി പ്രകാരം പണിത വീടുകൾ താമസിക്കാൻ തുടങ്ങി അധികം നാളായില്ല. ഞങ്ങളുടെ അതിന്റെ കടബാധ്യത പോലും തീർന്നിട്ടില്ല. ഞങ്ങളെയൊക്കെ ഇറക്കി വിട്ടിട്ട് ഇവരെവിടെ വേറെ സ്ഥലം തരാനാ? ലൈഫ് മിഷന്റെ പദ്ധതിക്ക് പോലും കൊടുക്കാൻ സ്ഥലമില്ലാത്തവർ അവിടെ ഞങ്ങളെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഇവർ സ്ഥലം തരുമെന്ന് പറയുന്നത് എന്താ? ചുമ്മാ കൊണ്ടുവന്ന് കുറ്റി അടിച്ചിട്ട് പോകാൻ പറ്റുമോ? സ്വന്തം ഭൂമിയിൽ സർക്കാരിന്റെ കുറ്റി പൊതുമുതൽ നശിപ്പിക്കുന്നെന്ന് പറയും. നമ്മുടെ ഭൂമി കൊണ്ട കുറ്റി അടിച്ചിട്ട് അത് പറിച്ചു കളയാൻ മേലെ. അങ്ങനെ കുറ്റി ഞങ്ങൾ സമ്മതിക്കുകയില്ല. മലപ്പുറം തിരുനാവായയിൽ കനത്ത പ്രതിഷേധം കണക്കിലെടുത്ത് സർവേ നടപടികൾ മാറ്റിവെച്ചു. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാനുള്ള ശക്തമായ സമരപരിപാടികളുമായി നമ്മുടെ ഒത്തൊരുമിച്ചുള്ള രാഷ്ട്രീയ മത ജാതി ചിന്തകൾ. കോട്ടയം മാടപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 150ഓളം പേർക്കെതിരെയാണ് കേസ്. എന്താ
വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ലിനിഷ ഇപ്പോൾ ഒപ്പം ചേരുന്നുണ്ട്. ലിനിഷ, ഏറ്റവും ഒടുവിൽ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെച്ച ദൃശ്യങ്ങളിൽ കോഴിക്കോട് കല്ലായിയിൽ നിന്നുമുള്ള കാഴ്ചയാണുള്ളത്. അവിടെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. ഈ സർവേക്ക് എത്തുന്ന ഉദ്യോഗസ്ഥരെ അടക്കം അവിടെ കൂടിയിട്ടുള്ള ആളുകൾ ചെറുത്തു നിൽക്കുന്നു, അല്ലെങ്കിൽ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ചെറിയ തോതിലെങ്കിലും വാക്കേറ്റത്തിലേക്ക് അല്ലെങ്കിൽ കയ്യാങ്കളിയിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ള നിലപാട്? ഈ ഉദ്യോഗസ്ഥരെ കൊണ്ട് കല്ലിടിപ്പിക്കുക തന്നെ ചെയ്യും എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ പോലീസ്? അതിനെ ഏത് നിലയിലാണ് ജനങ്ങൾ പ്രതിരോധിക്കുന്നത്? അഭിലാഷ്, ഇപ്പോൾ താൽക്കാലികമായി കല്ലിടൽ നിർത്തിവച്ചിരിക്കുകയാണ്. കല്ലുമായി വന്ന വണ്ടി ആളുകൾ പ്രതിഷേധിച്ചതിനെ തുടർന്ന് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പോലീസ് ജനങ്ങളുമായി ചർച്ച നടത്തുന്നുണ്ട്. ഇവിടെ 2 കല്ലുകളാണ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 2 കല്ലുകളും പ്രതിഷേധക്കാർ പിഴുതു മാറ്റിയിട്ടുണ്ട്. അതായത് പ്രതിഷേധക്കാരോടൊപ്പം ഇപ്പോൾ കോൺഗ്രസ് BJP നേതാക്കളും BJP ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രവീൺ കുമാർ അടക്കം ഇവിടെ ഉണ്ടായിരുന്നു. ഇവർ എല്ലാവരും പ്രതിഷേധിച്ച് ജനങ്ങളോടൊപ്പം നിന്ന് പ്രതിഷേധിച്ച് ഇവിടെ നിന്നും പിഴുത് 2 കല്ലുകളും ഉദ്യോഗസ്ഥർ സ്ഥാപിച്ച 2 കല്ലുകളും ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഷേധക്കാർ പോലീസുമായി സംസാരിക്കുന്നുണ്ട്. എന്ത് വന്നാലും തങ്ങളുടെ സ്ഥലത്ത് കല്ല് നാട്ടാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്നും പ്രതിഷേധക്കാർ പറയുന്നത്. കനത്ത പോലീസ് സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ആളുകൾ ഒരു തരത്തിലും ഇവിടെ കല്ല് സ്ഥാപിക്കാനോ മറ്റ് പോലീസിന്റെയോ അധികൃതരുടെയോ യാതൊരു നടപടിക്കും ഇവിടെ അനുവദിക്കില്ല എന്നുള്ള സ്റ്റാൻഡിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ പോലീസ് സന്നാഹം കൂടുതലാണ്. മിനിഞ്ഞാന്ന് തന്നെ ഇത് ഇപ്പോൾ ഉള്ളത് കല്ലായി പാലത്തിന്റെ പടിഞ്ഞാറ് വശത്താണ്. ഈ കല്ലായി പാലത്തിന്റെ പടിഞ്ഞാറ് വശത്ത് ഈ സ്ഥലത്തു കൂടി കേരയിൽ പോകുന്നത് ഭൂമിക്കടിയിലൂടെയാണ് എന്നതാണ് ഇവിടുത്തെ ഒരു വസ്തുത. അതായത് ഭൂമിക്കടിയിലൂടെ പോകുന്നതിൽ തന്നെ ഒരു തരത്തിലും ഈ കല്ലായി പുഴയുടെ അടിയിലടക്കം എത്ര ആഴത്തിൽ കുഴിച്ചാണ് യാതൊരു തരത്തിലുള്ള പഠനവും ഇവിടെ നടന്നിട്ടില്ല. അല്ലെങ്കിൽ ഇതൊരു കോമൺ സെൻസ് മീൻസ് അതായത് സാധാരണ ജനങ്ങൾക്ക് പോലും ആലോചിച്ചാൽ മനസ്സിലാവുന്ന തരത്തിൽ ഇതിന്റെ അടിയിൽ കൂടെ ഒരിക്കലും സാധ്യമാവില്ല എന്നൊരു തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ തന്നെ എന്തിനാണ് ഈ കല്ല് സ്ഥാപിക്കുന്നത്? ഈ കല്ല് സ്ഥാപിക്കുന്നതോടുകൂടി ജനങ്ങൾക്ക് ഈ വീട് വിൽക്കാനോ ജാമ്യത്തിന് വെക്കാനടക്കമുള്ള അവസ്ഥകളില്ല. അതുകൊണ്ട് തന്നെ ഈ ഭൂമിക്കടിയിലൂടെ പോകുന്ന യാതൊരു സാധ്യതയുമില്ലാത്ത ഇത്തരം ഒരു പ്രവൃത്തിക്ക് കല്ല് നാട്ടി ജനങ്ങളെ എന്തിനാണ് ഭയപ്പെടുത്തുന്നത്, ഭീഷണിക്ക് മുൾമുനയിലാക്കുന്നത് എന്ന തരത്തിലാണ് ജനങ്ങൾ ഇവിടെ ചോദ്യം അധികൃതരോട് ഉന്നയിക്കുന്നത്. പക്ഷേ പോലീസ് ശക്തമായി ഈ പ്രതിഷേധക്കാർ കല്ലുകൾ പിഴുതുമാറ്റുമ്പോൾ പോലീസ് ശക്തമായി ഇവിടെ അവരെ പ്രതിരോധിക്കാൻ നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും പ്രതിഷേധക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. പോലീസും സർവ്വസന്നാഹരാണ്. മിനിഞ്ഞാന്ന് തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച കല്ലായിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. അന്ന് സ്ത്രീകളെ അടക്കം പിടിച്ചു വലിച്ചു എന്ന തരത്തിലുണ്ടായിരുന്നു. അതിലൊരു സ്ത്രീ ആശുപത്രിയിലടക്കം ആവുന്ന അവസ്ഥയിലുണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരത്തിൽ ബലം പ്രയോഗിച്ചുകൊണ്ടുള്ള നടപടികളും പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ DGP പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, സംയമനം പാലിക്കണമെന്ന്. സിജോ വി ജോൺ ഉണ്ട് എറണാകുളത്ത് നിന്ന്. സിജോ, ഇന്നലെയും ചോറ്റാനിക്കര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം സ്ഥാപിച്ച കല്ല് പിഴുതെറിഞ്ഞ സാഹചര്യമുണ്ട്. ഇന്ന് ഏതൊക്കെ പ്രദേശങ്ങളിൽ ആണ് എറണാകുളത്ത് പ്രതിഷേധം നടക്കുന്നത്? ആ പ്രതിഷേധത്തിന്റെ സ്വഭാവം എന്താണ്? ഇന്നും പ്രധാനമായും പ്രതിഷേധം നടക്കുന്നത് ചോറ്റാനിക്കരയിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ശനിയാഴ്ച കല്ലിടാനുള്ള ശ്രമം നടന്നിരുന്നു. ഇട്ട കല്ല് കോൺഗ്രസ് പ്രവർത്തകരുടെയും BJP പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നേതാക്കളൊക്കെ എത്തി ഇതും മാറ്റുകയാണ് ചെയ്തത്. ഇന്ന് രാവിലെ മുതൽ കല്ലിടൽ ആരംഭിച്ചു. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പാടത്താണ് കല്ലിടിയിൽ ആരംഭിച്ചിരുന്നത്. അതിനുശേഷം ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിയപ്പോഴാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായത്. ഇപ്പോൾ ആളുകൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. പിറവം MLA അനൂപ് ജേക്കബ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്.
സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരം പ്രതിഷേധക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുക, നടപടികളിലോട്ട് പോകാനാണ്. എങ്ങനെയാണ് ഈ ഒരു നിലപാടിനെ, സർക്കാർ നിലപാടിനെ കാണുന്നത്? അവർ കേസെടുത്തോട്ടെ, ഞങ്ങൾ ഇതിനെ തടയും. എന്ത് കേസെടുത്താലും എന്ത് ചെയ്താലും ഇതിനെ തടയും. അത് ജനങ്ങൾ തടയും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സ്വമേധയാ ജനങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ഇപ്പോൾ കേസെടുക്കുമെന്നോ അറസ്റ്റ് ചെയ്യുമെന്നോ എന്നും പറഞ്ഞ് ആരും പിൻവാങ്ങിക്കാൻ കഴിയത്തില്ല. ആരും പിൻവാങ്ങത്തില്ല ഈ സമരത്തിൽ നിന്ന്. ഇത് നാടിന് വേണ്ടിയുള്ള, നാടിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള വലിയൊരു പോരാട്ടമാണ്. എന്തായാലും അറസ്റ്റ് ചെയ്താലും നിയമ നടപടികളുമായി മുന്നോട്ട് പോയാലും പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് പ്രതിഷേധക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇവിടെ പിന്നിൽ കാണുന്ന ഈ നെൽവയൽ കടന്ന് ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിയ സമയം മുതലാണ് ഇവിടെ തടഞ്ഞത്. പോലീസുകാർ ആദ്യം എത്തി നേരിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായി. കാരണം പക്ഷേ പോലീസുകാർ പരമാവധി സംയമനം ഇവിടെ പാലിക്കുന്നു പറയേണ്ടി വരും. കാരണം ബലപ്രയോഗത്തിലൂടെ ഇവരെ നീക്കം ചെയ്യാനുള്ള നീക്കം ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല. പക്ഷേ ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്ന കാര്യത്തിൽ സംശയമില്ല. പരമാവധി സംയമനം പോലീസ് പാലിക്കുന്നുണ്ട്. കാരണം കോട്ടയത്ത് മാടപ്പള്ളിയിലൊക്കെ ഉണ്ടായ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നടപടികളിലേക്ക് നമുക്ക് കാണുന്നത് ഈ കുറ്റി ഇവർ എടുത്ത് പറിച്ചുകൊണ്ട് പോകുന്നതാണെന്ന് എന്നുള്ള. അതെ, രാവിലെ അല്പസമയം മുമ്പ് നട്ട ഈ കേരളിൻ്റെ കുറ്റികൾ നീക്കം ചെയ്യുകയാണ്. നമുക്ക് പാടത്തേക്ക് ഇറങ്ങി കൂടുതൽ വെള്ളത്തിലേക്ക് എടുത്തെറിയുകയാണ്. ഒരു മണിക്കൂർ മുമ്പാണ് ഈ കുറ്റി ഇവിടെ സ്ഥാപിച്ചത്. ആ പാടത്തേക്ക്, നീണ്ട പാടത്തേക്ക് നോക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ ഉൾപ്പെടെ ഇറങ്ങി അവിടെ നിന്ന് ഈ കുറ്റി എടുത്ത് കളയുകയാണ്. കുറ്റി കളയുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്നുള്ളൊരു കാര്യം പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് പോലീസിൻ്റെ കനത്ത സുരക്ഷയുണ്ട്. അതിനെല്ലാം മറികടന്നുകൊണ്ട് പ്രതിഷേധക്കാർ പാടത്തേക്ക് ഇറങ്ങുകയാണ്. ഈ കുറ്റി വെള്ളത്തിലേക്ക് എടുത്ത് എറിയുന്ന ഒരു കാഴ്ചയാണ്. അതായത് പോലീസ് ഇവരെ തടയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഏകദേശം ഒരു 200-250 എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയിലടക്കം വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ കേരളയിലുമായി ബന്ധപ്പെട്ട കല്ലിടിയിൽ നടപടിക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. മലപ്പുറത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇന്നും തിരുനാവായ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ പ്രതിഷേധമാണ് തുടരുന്നത്. കോഴിക്കോട് കല്ലായിയിൽ അല്പസമയം മുമ്പ് വലിയ പ്രതിഷേധം നമ്മൾ കണ്ടുകഴിഞ്ഞിരിക്കുന്നു. എറണാകുളം ചോറ്റാനിക്കരയിൽ ഇപ്പോഴും വലിയ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുന്നു. കോട്ടയത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ കോട്ടയം ജില്ലയിലേക്ക് തന്നെ ആയിരുന്നു. മാടപ്പള്ളി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അവർക്കെതിരെ പോലീസ് നടപടി ഊർജിതപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ജാമ്യമില്ലാ വകുപ്പ് അടക്കം ചുമത്തുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നു. സർക്കാർ ഈ വിഷയത്തെ പ്രതിരോധിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ സമരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്പസമയം മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ അടക്കം അത്തരത്തിലൊരു പ്രതികരണവും നടത്തിയിട്ടുണ്ട്. നിലവിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തത് എടുത്ത് പരിശോധിച്ചാൽ, ആ പട്ടിക പരിശോധിച്ചാൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആ മേഖലയിലെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ ആണോ ഇപ്പോൾ ഈ കേസിന്റെ ഭാഗമാകുന്നത്? അല്ല എങ്കിൽ അവിടുത്തെ സാധാരണക്കാരായ വീട്ടമ്മമാർ, സ്ത്രീകൾ, പ്രായമായവർ ഉൾപ്പെടെയുള്ളവരാണോ? അഭിലാഷ, അതിൽ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ സാധാരണക്കാർ എന്ന വ്യത്യാസമില്ല. അവിടെ സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എതിരെ കേസുണ്ടാവും. 150ഓളം പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 5 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധം മാത്രമാണ് ജാമ്യമുള്ള വകുപ്പ് പ്രകാരം കേസ് ഉള്ളത്. മറ്റ് ഇതെല്ലാം പോലീസിനെ ആക്രമിച്ചു, പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തി, മണ്ണെണ്ണ പ്രയോഗം നടത്തി തുടങ്ങിയ അടക്കമുള്ള വിവിധ നടപടികൾ പരിഗണിച്ചുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് ജിജി ഫിലിപ്പിനെതിരെയും ജാമ്യമില്ലാത്ത വകുപ്പാണ്. കുഞ്ഞിനെ സമരമുഖത്ത് ഇറക്കി കുഞ്ഞിന് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അമ്മ പ്രവർത്തിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജിജി ഫിലിപ്പിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ പെരുമ്പായിക്കോട് ഈ കല്ല് ഇടാൻ എത്തിയ വാഹനം തടഞ്ഞിരിക്കുകയാണ്. പെരുമ്പായിക്കോട് വില്ലേജിലാണ് ഇതുള്ളത്. കുഴിവേലിപ്പടി എന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ നേതാക്കൾ എല്ലാവരും തന്നെ ഈ വാഹനത്തിനുള്ളിൽ ഇപ്പോഴും തുടരുകയാണ്. പോലീസ് സംയമനം പാലിച്ച് കാത്തു നിൽക്കുകയാണ്. ഒരുപക്ഷെ പോലീസ് ശ്രീജിത്ത്, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ കല്ലായിയിൽ വലിയ പ്രതിഷേധത്തെ തുടർന്ന് കല്ല് സ്ഥാപിക്കാൻ വന്ന ഉദ്യോഗസ്ഥർ ആ കല്ലുമായി തിരിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധമായിരുന്നു കല്ലായി നടന്നത്. ആ പ്രതിഷേധത്തെ തുടർന്ന് അവർക്ക്, അതായത് ഉദ്യോഗസ്ഥർക്ക്, റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ കല്ല് സ്ഥാപിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ വാഹനം
തിരിച്ച് അയക്കുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. ഇപ്പോൾ കല്ലായിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കോഴിക്കോട് കല്ലായിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധം, വലിയ ജനക്കൂട്ടം തന്നെയാണ് അവിടെയുള്ളത്. ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് തിരികെ പോകേണ്ടി വന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലിനിഷ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? അഭിലാഷ്, ഇപ്പോൾ ഇവിടെ അധികൃതരും നാട്ടുകാരും തമ്മിലുള്ള ചർച്ച നടക്കുകയായിരുന്നു. ചർച്ചയിൽ തൽക്കാലം ഇവിടെ കല്ലുകൾ സ്ഥാപിക്കുന്നില്ല. ഇവിടെ മൊത്തത്തിൽ 4 കല്ലുകളായിരുന്നു സ്ഥാപിച്ചത്. ഈ 4 കല്ലുകളും ഇവർ പിഴുത് മാറ്റിയിട്ടുണ്ട്. വണ്ടി ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി തൽക്കാലത്തേക്ക് ഈ കല്ലുകൾ സ്ഥാപിക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസുകാർ പരമാവധി റൈറ്റ്, കല്ലായിയിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചർച്ച നടത്തുന്നു. അതിനെ തുടർന്ന് വാഹനത്തിന് തിരികെ പോകേണ്ടി വരുന്നു. കണ്ണൂരിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. കണ്ണൂരിലും ഇത്തരത്തിൽ കല്ല് നാട്ടാൻ അനുവദിക്കില്ല, കല്ല് സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഇപ്പോൾ ഉന്തും തള്ളും നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. കോഴിക്കോട്, എറണാകുളം, മലപ്പുറം, കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പ്രതിഷേധം തുടരുമ്പോൾ കണ്ണൂരിലും കടുത്ത പ്രതിഷേധം തന്നെയാണ് തുടരുന്നത്. കണ്ണൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ മനു ഭരത്, അവിടെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കുന്നത് നമുക്ക് കേൾക്കാനും കാണാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതിഷേധം മാത്രമാണോ അവിടെ നടക്കുന്നത്, അതെയോ ജനക്കൂട്ടം വലിയ തോതിൽ ഈ പദ്ധതിക്ക് എതിരെ രംഗത്ത് വരികയാണോ? കല്ലിടാൻ അനുവദിക്കില്ല എന്നുള്ളത് ജനക്കൂട്ടത്തിന്റെ ഒരു തീരുമാനമാണോ? എന്താണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അഭിലാഷ്, ഇത് കണ്ണൂർ കലക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ ഒരു പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. കണ്ണൂർ കലക്ടറേറ്റിൽ തങ്ങളും കല്ലിടുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ കണ്ണൂർ കലക്ടറേറ്റിലെത്തി അവിടെ കല്ല് നാട്ടാനുള്ള, അതായത് കേരളിന് ആളുകളുടെ വീട്ടിൽ കേരയിൽ കല്ല് നാട്ടുന്നത് പോലെ തന്നെ, കേരളിനായി കല്ല് നാട്ടുന്നത് പോലെ തന്നെ കണ്ണൂർ കലക്ടറേറ്റിലെത്തി ഇവിടെ ഈ കല്ല് നാട്ടിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഇവർ നടത്തുന്നത്. സുദീപ് ജെയിംസ് ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്ഥലത്തു നിന്ന് നീക്കുകയാണ്. ഈ പ്രതിഷേധം ശക്തമായി തുടരും എന്നാണ് നേതാക്കളും വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ നേതാക്കളും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കമൽജിത്തിനെ ഇടിച്ചു മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒപ്പം തന്നെ മറ്റ് പ്രവർത്തകരെയും അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി ഈ കല്ല് അവിടെ നിന്ന് മാറ്റാനാണ് പോലീസ് ശ്രമിക്കുന്നത്. മറ്റെല്ലായിടത്തും കല്ലിടാനുള്ളൊരു കല്ല് എടുത്തു കളയാനുള്ള ഒരു പ്രതിഷേധം നടക്കുമ്പോൾ കണ്ണൂർ ജില്ലാ കലക്ടറേറ്റിൽ ഈ കല്ല് കൊണ്ടുവന്ന് സ്ഥാപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തുന്നത്. ഈ സമരത്തെ തുടർന്ന് ഒരു സംഘർഷാവസ്ഥ തന്നെ കണ്ണൂർ കലക്ടറേറ്റ് ഉണ്ടായി. അത് പ്രവർത്തകരെ എല്ലാം പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയിരിക്കുന്നു. ഇപ്പോൾ മുഴുവൻ പ്രവർത്തകരെയും പോലീസ് സ്ഥലത്തു നിന്ന് നീക്കിയിരിക്കുന്നു. ഈ കല്ലും അവിടെ നാട്ടാൻ ശ്രമിച്ച കല്ലും ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. അഭിലാഷ്.
എറണാകുളത്തും മലപ്പുറത്തും ഒക്കെ വലിയ പ്രതിഷേധം കല്ലിടിയിലിനെതിരെ ആണ് എങ്കിൽ കണ്ണൂരിൽ വ്യത്യസ്തമായ ഒരു സമരപരിപാടിയുമായാണ് യൂത്ത് കോൺഗ്രസ് എത്തിയിട്ടുള്ളത്. അവർ കളക്ട്രേറ്റിൽ കല്ല് സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നടത്തിയത്. പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ദൃശ്യങ്ങൾ, ഒരു ഭാഗത്ത് കല്ലിടാൻ പോലീസ് പരിശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ഇട്ട കല്ല് എടുത്തു കളയാൻ കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കല്ലിടുന്നത് തടയുന്ന സാഹചര്യമുണ്ടാകുന്നു. സാധാരണക്കാരായ ആളുകളുടെ ഉൾപ്പെടെ വീടുകളിലും പറമ്പിലുമെല്ലാം കല്ലിടുന്ന പശ്ചാത്തലത്തിൽ കളക്ട്രേറ്റിലും കല്ലിടുന്നു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഉൾപ്പെടെ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് ജില്ലകളിൽ എല്ലാം തന്നെ, പ്രത്യേകിച്ച് ഇപ്പോഴും കോഴിക്കോടാണ് ഏറ്റവും വലിയ പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുന്നത്. കല്ലായിയിൽ കല്ലിടാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാടിൽ പ്രതിഷേധക്കാർ ഉറച്ചു നിൽക്കുകയാണ്. പോലീസ് മറുഭാഗത്തും നിലയുറപ്പിച്ചിരിക്കുന്നു. BJPയുടെ നേതാക്കൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കളും വിവിധ മേഖലകളിൽ ഉൾപ്പെടെ പ്രതിഷേധത്തിന്റെ മുൻനിരയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. ഇന്ന് KPCC സമരവുമായി ബന്ധപ്പെട്ട നിലപാട് പ്രഖ്യാപിക്കാനിരിക്കെ ഈ സമരം രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കല്ലായിയിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക്. കെ-റെയിൽ പദ്ധതിക്കെതിരെ ഇന്നും കേരളത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ കല്ലിടാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിഷേധക്കാർ. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരികെ എത്താം. കെ-റെയിൽ പദ്ധതിക്കെതിരെ സംസ്ഥാനത്ത് ഇന്നും വ്യാപകമായ പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. കോട്ടയത്തും കോഴിക്കോടും എറണാകുളത്തും ഉൾപ്പെടെ പ്രതിഷേധക്കാർ കല്ലിടാൻ വരുന്ന ഉദ്യോഗസ്ഥരെ തടയുന്നു. സ്ഥാപിച്ച കല്ല് പിഴുതെറിയുന്ന സാഹചര്യം ഉണ്ട്. ഇപ്പോൾ ചോറ്റാനിക്കരയിൽ വലിയ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സിജോ വി ജോൺ ആണ് ചോറ്റാനിക്കരയിൽ നിന്ന് തുടരുന്നത്. സിജോ, കഴിഞ്ഞ ദിവസം പാടത്ത് ഉൾപ്പെടെ സ്ഥാപിച്ചിരുന്ന കല്ലുകൾ പിഴുതെറിഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധം. ഇന്നിപ്പോൾ കല്ലിടാൻ ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ടോ? അവരെ തടയുന്ന പ്രതിഷേധത്തിലേക്കാണോ പോകുന്നത്? രാവിലെ തന്നെ ഈ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കല്ലിടിയിൽ ആരംഭിച്ചിരുന്നു. അതിനുശേഷം ഈ പാടത്താണ്, ഇത് സമീപമുള്ള പാടത്താണ് ആദ്യം കല്ല് സ്ഥാപിച്ചിരുന്നത്. അത് കല്ലിടുന്ന സമയത്ത് പ്രതിഷേധം ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കല്ലിട്ട് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കടന്നതിന് ശേഷമാണ് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ കല്ലുമായി എത്തിയ കെ-റെയിലിന്റെ വണ്ടി അത് തടഞ്ഞിരിക്കുകയാണ്. അല്പസമയം മുമ്പ് തടഞ്ഞിട്ടതാണ്. നിർബന്ധപൂർവ്വം ഇത് പുറത്തു പോകണം, ഈ വാഹനം ഇവിടുന്ന് മാറ്റണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ വണ്ടി കൊണ്ടുപോകാനോ ഒന്നും തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ പ്രവർത്തകർ പൂർണ്ണമായും അങ്ങോട്ട് ഇറങ്ങി ഈ കല്ല് എടുത്ത് കളയുന്നതിനുള്ള നടപടികളിലേക്ക് പോവുകയാണ്. സ്ഥാപിച്ച കല്ലുകൾ ആദ്യം മാറ്റിയിരുന്നു. പിന്നീട് ഇപ്പോൾ വണ്ടി തടഞ്ഞിരിക്കുകയാണ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ. കോൺഗ്രസ് പ്രവർത്തകരാണ് കൂടുതലുള്ളത്. കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഈ നടപടി ഉള്ളത്. ദീപ്തി മേരി വർഗീസാണ് ഇപ്പോൾ വാഹനത്തിന് മുകളിലേക്ക് കയറുന്നത്. ഈ വാഹനത്തിൽ കയറി ഈ കല്ല് ഇവിടുന്ന് എടുത്ത് കളയാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നുണ്ട്. കാരണം നേരെ ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കടന്ന സമയത്തായിരുന്നു ഇവരെ സമരക്കാർ തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. പാടത്ത് കല്ലിട്ടതിനെ ആദ്യം ഈ പ്രവർത്തകർ എതിർത്തിരുന്നില്ല. പിന്നീട് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിയ സമയത്താണ് അവിടെ വെച്ച് ഈ കോൺഗ്രസ് പ്രവർത്തകർ നേതൃത്വത്തിൽ വന്നത്. ഇപ്പോൾ കെ-റെയിലിന്റെ കല്ല് വാഹനത്തിൽ നിന്ന് എടുക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. അവരെടുത്ത് സമീപമുള്ള ഒരു കിണറ്റിലാണ് അത് കളയുന്നത്. ഈ വാഹനം, കല്ലുമായി വരുന്ന വാഹനം പോകണം. അത് ഈ വാഹനത്തെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം, എടുത്തുകൊണ്ട് പോകണമെന്ന കാര്യം പറഞ്ഞിരുന്നു. പോലീസുകാർ പിന്മാറണം എന്നൊരു ആവശ്യം പറഞ്ഞിരുന്നു. പക്ഷേ അതിന് ഇവർ തയ്യാറായിരുന്നില്ല. ഏറെ സമയം കാത്തു നിന്നിട്ടും ഇവർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ, വാഹനം കൊണ്ടുപോകാൻ അതിന് തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കല്ല് എടുത്തിരിക്കുന്നത്. ഇത് സ്ഥാപിച്ച കല്ലല്ല, നേരത്തെ സ്ഥാപിച്ച കല്ല് എടുത്ത് ഈ കിണറ്റിൽ തള്ളിയിരുന്നു. ഇപ്പോൾ ഈ വാഹനത്തിലുള്ള കല്ല് എടുത്തുകൊണ്ട് വന്ന് എടുത്ത് താഴത്തോട്ട് കളയുന്ന കാഴ്ചയാണുള്ളത്. നിരവധി പ്രവർത്തകരുണ്ട്. പോലീസ് ഒരു 10-200 പോലീസുകാർ ഇവിടെ ഉണ്ടെങ്കിൽ പോലും അവർ വലിയ കടുത്ത നടപടികളിലേക്ക് പോയിട്ടില്ല. അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഇവരെ തടയുന്ന നടപടികളിലേക്ക് പോയിട്ടില്ല. കല്ലെടുക്കുന്ന സമയത്ത് എടുക്കരുത് എന്ന് നിർബന്ധപൂർവ്വം പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും വാഹനം ഇപ്പോൾ പോയിരിക്കുകയാണ്. 6 മണിക്കൂറുകൾക്ക് മുന്നെയാണ് ഈ വാഹനം ഇവിടെ നിന്ന്
പോകണം, കേരളിന്റെ കല്ലുകൾ, സിൽവർ ലൈൻ കല്ലുകൾ ഇവിടെ സ്ഥാപിക്കാൻ അനുവദിക്കില്ല, വാഹനം കടന്നു പോകണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞത്. പക്ഷെ അതിന് തയ്യാറായിരുന്നില്ല. ഇപ്പോൾ വാഹനം തടയുകയാണ്, വാഹനം അവിടെ നിന്ന് കടത്തി വിടുകയാണ്. അത് വാഹനത്തിലുണ്ടായിരുന്ന കല്ല് എടുത്ത് ദൂരെ എറിഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ കൂടുതൽ വാഹനത്തിലേക്ക് കയറുകയും കൂടുതൽ കല്ലുകൾ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഇപ്പോൾ കല്ല് നീക്കം ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസ് ഒരു കടുത്ത നടപടികളിലേക്ക് പോകുന്നില്ല, പരമാവധി പോലീസ് സംയമനം പാലിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് സിജോ, ഈ വാഹനം തിരിച്ചു പോകുന്നു, അതോടൊപ്പം തന്നെ അവിടെ ഈ സർവേ ഉൾപ്പെടെയുള്ള നടപടികൾ, അതോടൊപ്പം കല്ല് സ്ഥാപിക്കുന്നതിന് വേണ്ടി എത്തുന്ന ഉദ്യോഗസ്ഥർ, അവരുടെ ഒരു നിലപാട് എന്തായിരുന്നു? അവർ ഈ പ്രതിഷേധ ഭാഗത്ത് നിന്ന് മാറി നിൽക്കുകയായിരുന്നോ? പല പ്രദേശങ്ങളിലും പോലീസ് അകമ്പടി സേവിച്ചുകൊണ്ട് ഇവർ കല്ല് സ്ഥാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ചോറ്റാനിക്കരയിൽ എത്തിയില്ല ഇന്ന് എന്നാണോ മനസ്സിലാക്കുന്നത്? രാവിലെ തന്നെ കല്ലിടിയിലും അതോടൊപ്പം തന്നെ സർവേ നടപടികളും ആരംഭിച്ചിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഇത് ആദ്യഘട്ടത്തിൽ കല്ലിട്ടത് ഈ വയലുകളിലാണ്. ആ വയലുകളിൽ കല്ലിടുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായില്ല. കാരണം കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം ചേർന്ന് ഈ നാട്ടിലെ ജനങ്ങളും അതിനെ തടയാൻ പോയില്ല. പക്ഷെ മുദ്രാവാക്യം വിളിയായി ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കയറിയ സമയത്താണ് അതിനെ തടയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയത്. ചെറിയ രീതിയിലുള്ള സംഘർഷം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. നമ്മളൊപ്പം ചേരുന്നുണ്ട്. അതെ, സമരം ശക്തമാക്കാനാണ്. നമ്മളെ ജനങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കാതെ മുമ്പോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ഉള്ളപ്പോ തീർച്ചയായിട്ടും ഈ നാട്ടിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും കോൺഗ്രസ് പിന്തുണ കൊടുത്തിരിക്കുകയാണ്, KPCC പിന്തുണ കൊടുത്തിരിക്കുകയാണ്. സമരക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാനും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സമരക്കാർക്കെതിരെ കടുത്ത നടപടികളിലേക്ക്, അറസ്റ്റ് ചെയ്യുക, ജാമ്യമില്ലാ വകുപ്പ് ചുമത്തുന്ന നടപടികളിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. തീർച്ചയായിട്ടും ഈ സമരത്തിന് മുൻപിൽ കോൺഗ്രസ് ഉണ്ടാവും, സ്ത്രീകൾ ഉണ്ടാവും. ഇവിടെ ഇത് എഫക്റ്റഡ് പാർട്ടീസ് ആണ് ഏറ്റവും അധികം ഉള്ളത്. ഈ സ്ത്രീകൾ എല്ലാവരും സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അറസ്റ്റൊന്നും പോലീസിനെ ഒന്നും പേടിച്ചൊന്നും ഞങ്ങൾ പിന്മാറാൻ പോകുന്നില്ല. ശക്തമായ സമരവുമായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മുമ്പോട്ട് വരും. എന്തായാലും പ്രതിഷേധം തുടരുകയാണ്. കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, അവരോടൊപ്പം ചെന്ന് നാട്ടുകാരുണ്ട്. നമ്മൾ രാവിലെ പ്രതികരണങ്ങൾ കണ്ടതാണ്. തീർച്ചയായും അത്തരം പ്രതികരണങ്ങൾ കൂടി തേടുക. സിജോ, ഞാൻ തിരികെ എത്താം. അതിനു മുമ്പ് ഇപ്പോൾ ലിനിഷ വീണ്ടും കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ലിനിഷ, എറണാകുളത്ത് വലിയ പ്രതിഷേധത്തെ തുടർന്ന് കല്ലിടാൻ വന്ന വാഹനം തിരിച്ചയച്ച പശ്ചാത്തലമുണ്ട്. അല്പസമയം മുമ്പ് കല്ലായിയിലും ഏതാണ്ട് സമാനമായ ഒരു ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ആ വാഹനം അവിടെ നിന്ന് പൂർണ്ണമായും ഒഴിവായി പോവുകയാണോ ചെയ്തിട്ടുള്ളത്? ഇപ്പോഴും അവിടെ എന്ത് നടപടികളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്? കോഴിക്കോട് കല്ലായിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. നേരത്തെ കല്ല് ഇടുവാൻ, കല്ല് സ്ഥാപിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥരെ അടക്കം തടയുന്ന പശ്ചാത്തലമുണ്ടായി. ചെറിയ തോതിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ചെറിയ സംഘർഷത്തിലേക്ക് എത്തിയ പശ്ചാത്തലമുണ്ടായി. വാഹനം, പിന്നീട് കല്ലുമായി എത്തിയ വാഹനം തിരിച്ചുപോയ സാഹചര്യമുണ്ടാകുന്നു. ഇങ്ങനെ ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടുത്ത പ്രതിഷേധം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കോട്ടയം ജില്ലയിൽ കടുത്ത പ്രതിഷേധം നടന്നിരുന്നു. എറണാകുളം ചോറ്റാനിക്കരയിലായിരുന്നു വലിയ തോതിലുള്ള മറ്റൊരു പ്രതിഷേധം. മലപ്പുറത്ത് തിരുനാവായയിൽ ഉദ്യോഗസ്ഥരുമായി ചെറിയ തോതിൽ സംഘർഷത്തിന്റെ പശ്ചാത്തലമുണ്ടാകുന്നു. സ്ഥാപിച്ച കല്ലുകൾ പലയിടങ്ങളിലും ആളുകൾ പിഴുത് എറിയുന്ന പശ്ചാത്തലം. കണ്ണൂരിൽ വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. അവിടെ കല്ല് സ്ഥാപിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. അത് പക്ഷേ കളക്ട്രേറ്റിന് മുന്നിൽ ആയിരുന്നു. അതിന് തടയാൻ പോലീസ് തയ്യാറായി. പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടക്കം നീക്കം ചെയ്തു. മറ്റു പ്രദേശങ്ങളിൽ എല്ലാം സ്ഥാപിച്ച കല്ലുകൾ നീക്കം ചെയ്യുന്ന തരത്തിൽ ഉള്ള പ്രതിഷേധം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥാപിച്ച കല്ലുകൾ പിഴുതെറിയുന്നു. ഇന്ന് ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ അവരെ തടഞ്ഞു നിർത്തുന്നു. അങ്ങനെ സംസ്ഥാനത്ത് അതിരൂക്ഷമായ പ്രതിഷേധങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. ജനവാസ കേന്ദ്രങ്ങളിൽ കല്ലിടാൻ എത്തുന്നവരെ തടയുന്ന സാഹചര്യവും ഇപ്പോഴുണ്ട്. കേരയിൽ പദ്ധതിക്കെതിരെ സംസ്ഥാനത്ത് ഇന്ന് വ്യാപകമായ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പദ്ധതി വേണ്ട എന്ന നിലപാടിൽ ആണ് പ്രതിഷേധക്കാർ. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ സമരത്തിന്റെ മുൻനിരയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരിടവേള കൂടി.
കേരയിൽ പദ്ധതിക്കെതിരെ സംസ്ഥാനത്ത് വ്യാപകമായ പ്രതിഷേധം തുടരുമ്പോൾ പ്രതിഷേധങ്ങൾക്ക് നേരെ പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം ഉണ്ടാകരുതെന്ന് DGP. സംയമനത്തോടെ പ്രതിഷേധങ്ങളെ നേരിടണം എന്നും പ്രാദേശിക ഭരണകൂടവും ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ച് ബോധവൽക്കരണം നടത്തണമെന്നും DGP ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി. സിൽവർ ലൈൻ വിരുദ്ധ സമരം രാഷ്ട്രീയ സമരമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കോട്ടയം മാടപ്പള്ളിയെ നന്ദിഗ്രാം ആക്കാനാണ് ശ്രമം നടത്തിയത്. കേന്ദ്രമന്ത്രിക്കൊപ്പം ഒരു സമുദായ നേതാവും സമരത്തിനെത്തി. വിമോചന സമരകാലമല്ലെന്ന് എല്ലാവരും ഓർക്കണം. പലയിടത്തും സമരം ചെയ്യുന്നത് ഭൂമി നഷ്ടപ്പെടുന്നവർ അല്ല, കോൺഗ്രസ് നശീകരണ പ്രതിപക്ഷം ആവുകയാണ്. കുട്ടികളുടെ മേൽ മണ്ണെണ്ണ ഒഴിച്ചല്ല സമരം ചെയ്യേണ്ടത്. സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളെ പോലീസ് ആക്രമിച്ചിട്ടില്ല. എന്തു വില കൊടുത്തും പദ്ധതി നടപ്പാക്കുമെന്നും കോടിയേരി പറഞ്ഞു. ഈ കല്ലുകൾ പിഴുതെറിഞ്ഞത് കൊണ്ടൊന്നും ഒരു പദ്ധതി ഇല്ലാതാവില്ല. അങ്ങനെയാണെങ്കിൽ ഏത് പദ്ധതിയും ഇല്ലാതാക്കാൻ അതിൻ്റെ ഭാഗമായിട്ടുള്ള തറക്കൽ നീക്കിയാൽ പോരെ. കോൺഗ്രസ്സുകാർ UDF ഭരണകാലത്ത് എത്ര കല്ലുകൾ ഇട്ടിട്ടുണ്ട്. ആ കല്ലുകളൊന്നും പൊന്തിയിട്ടില്ലാതുള്ള അവർക്കറിയാം. പക്ഷേ ഇവിടെ ഇട്ട കല്ല് അത് യാഥാർത്ഥ്യമാവും. അതിപ്പോൾ ഒരാളൊരു കല്ലെടുത്ത് കൊണ്ടുപോയാലും അതെവിടെയാണ് സ്ഥാപിച്ചത് എന്നുള്ളത് സർവേ നടത്തി അത് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ പോലും മനസ്സിലാക്കാൻ സാധിക്കാതെ ഒരു 100 കൊല്ലം മുമ്പ് നടക്കുന്ന സമരം ഇപ്പോൾ നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? പണ്ടൊരു എടുത്തു കൊണ്ടുപോയാൽ പിന്നെ അത് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ഇപ്പോൾ എവിടെയാണ് സ്ഥാപിച്ചതൊക്കെ തന്നെ എല്ലാം റെക്കോർഡാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സമരം നടത്തി വെറുതെ അവരുടെ സമയം കളയാതിരിക്കുന്നതാണ് നല്ലത്. മറ്റെന്തെങ്കിലും ക്രിയാത്മകമായ എന്തെങ്കിലും ചെയ്യുക. ഞങ്ങൾ 1040 പേർക്ക് വീടുണ്ടാക്കി കൊടുത്തു. ഒരു വീടെങ്കിലും ഈ സമയത്ത് ഈ കല്ലൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഉണ്ടാക്കി കൊടുക്കട്ടെ. അവർക്ക് കല്ല് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് കല്ല് ഞങ്ങൾ എത്തിച്ചു കൊടുക്കാം. അല്ലാതെ ഈ സമര പരിപാടി പരിഹാസ്യമാണ്. അവരൊട്ടും ചെയ്യേയില്ല, വേറെ ആളെ ചെയ്യാൻ സമ്മതിക്കുകയില്ല. ഇതാണ് അവരുടെ സമീപനം. അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെ തകർക്കണം, പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ അസ്ഥിരീകരിക്കണം. ഈ ഒറ്റ ലക്ഷ്യത്തോടു കൂടി നടക്കുന്ന രാഷ്ട്രീയ സമരമാണിത്. ഇന്നലെ കണ്ടില്ലേ, ഇവർ എടുത്തുകൊണ്ടുപോയ കല്ല് ഭൂ ഉടമസ്ഥൻ അവിടെ തന്നെ കൊണ്ടുപോയി സ്ഥാപിക്കുകയാണ്. കാരണം അവർക്ക് ഇതിനാവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടും, ആശ്വാസം കിട്ടും എന്ന് അവർക്ക് വ്യക്തമായി കഴിഞ്ഞു. 4 ഇരട്ടിയാണ് തുക മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ കൊടുക്കുന്നത്. അതുകൊണ്ട് പല ഭൂ ഉടമസ്ഥന്മാരും ഭൂമി വിട്ടുതരാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഭൂ ഉടമസ്ഥന്മാരുടെ സമരമല്ല ഇത്, സ്ഥലം നഷ്ടപ്പെടുന്നവരുടെ സമരമല്ല, രാഷ്ട്രീയ സമരമാണ് ഇവിടെ നടക്കുന്നത്. മാടപ്പള്ളിയിൽ നടന്ന സംഭവം ആസൂത്രിതമായിരുന്നു. നിയമസഭാ സമ്മേളനം അവസാനിക്കുന്ന ദിവസം നോക്കി നടത്തിയിട്ടുള്ള ഒരു സംഭവ വികാസമാണ്. അവിടെ സർവേക്കല്ല് നാട്ടാൻ പോയ സന്ദർഭത്തിൽ ബോധപൂർവമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് UDF ചെയ്തത്. ഒരു സ്ത്രീയെയും കുഞ്ഞിനെയും അവിടെ കൊണ്ടുപോയി ഇരുത്തി മണ്ണെണ്ണ ഒഴിക്കുകയല്ലേ ചെയ്യുന്നത്. ആളുകളെ മണ്ണെണ്ണ ഒഴിച്ച് കൊല്ലാനാണോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? ഇത് അവർ തന്നെ പറയുന്നു നന്ദിഗ്രാം ഉണ്ടാക്കും. മാടപ്പള്ളി ഒരു നന്ദിഗ്രാമാക്കി മാറ്റാനായിരുന്നു അവർ ഉദ്ദേശിച്ചത്. അത് പരാജയപ്പെട്ടു. അതുകൊണ്ട് ജനങ്ങളെ പരമാവധി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ ഈ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടായിരിക്കും ഈ പദ്ധതി നടപ്പാക്കുക. അതാണ് LDF ഈ സമരത്തിൽ ഉദ്ദേശിക്കുന്നത്. ഈ സമരം എന്ന് പറയുന്ന ആർക്കും ചെയ്യാം. സമരം കൊണ്ട് പദ്ധതി ഉപേക്ഷിക്കാൻ സാധിക്കില്ല. അത് പിന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം നടത്താൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നേയില്ല. സ്ത്രീകളെ പരമാവധി സമരരംഗത്ത് നിന്ന് ഒഴിവാക്കാൻ അവർ ശ്രമിക്കണം. പ്രത്യേകിച്ച് കുട്ടികളെ ഈ സമരരംഗത്ത് കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? കുട്ടികളെ കൊണ്ടുവരുന്ന രീതി കുട്ടികളുടെ മേത്ത് മണ്ണെണ്ണ ഒഴിക്കുക, ഇത് പാടുണ്ടോ? അതിൻ്റെ പേരിലാണ് അവരെ അവിടെ നീക്കം ചെയ്യാനിടയായത്. ആ കുട്ടികൾ മണ്ണെണ്ണ ഒഴിച്ച് കിടക്കുന്ന കുട്ടിയും അമ്മയും വെന്തു മരിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവരെ ജീവൻ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ട്. അതാണ് അവരെ അവിടെ നിന്ന് സമർത്ഥമായിട്ട് നീക്കം ചെയ്യാൻ വനിതാ പോലീസിന് സാധിച്ചു. അതിനെ പ്രകീർത്തിക്കുകയാണ് വേണ്ടത്. അതിന് പകരം സ്ത്രീകളെ അതിക്രമത്തിനൊന്നും ഗവൺമെൻറ് എവിടെയും തയ്യാറായിട്ടില്ല. പിന്നെ UDFൻ്റെ കാലത്ത് ചെയ്തതൊന്നും ഓർക്കുന്നതാണ്. നിങ്ങൾ എത്ര മഹിളാ നേതാക്കന്മാരെയാണ് പിടിച്ചുകൊണ്ടുപോയി അടിക്കുകയും പിടിക്കുകയും വലിച്ചെടുക്കുകയൊക്കെ ചെയ്തത് ആ കാലത്ത്? അതൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? UDF കാലത്ത് ധർമ്മം എന്ന് പറയുന്നത് പോലീസിനുണ്ടായിരുന്നോ? അങ്ങനത്തെ ഒരു നടപടിയും ഈ LDFൻ്റെ കാലത്ത് ഉണ്ടാവില്ല. ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കുക. കേരയിൽ പദ്ധതിയുമായി മുന്നോട്ട് തന്നെ പോകും, ജനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുമ്പോൾ വലിയ പ്രതിഷേധം സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും തുടരുകയാണ്. ഇന്ന് കോഴിക്കോട് കല്ലായിയിൽ നിന്ന് വലിയ ചെറുത്തുനിൽപ്പ് തന്നെയാണ് പ്രതിഷേധക്കാരുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. വിനേഷ്, അല്പസമയം മുമ്പ് നമ്മൾ പങ്കുവച്ച ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ ഈ കല്ലിടാൻ വന്ന വാഹനം, കല്ലുമായി വന്ന വാഹനം
പ്രതിഷേധത്തെ തുടർന്ന് തിരിച്ചയച്ച സാഹചര്യമുണ്ടായിരുന്നു. അത് പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിച്ചതാണ്. പക്ഷേ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ വാഹനം വീണ്ടും തിരികെ എത്തുന്ന സാഹചര്യവും ഒക്കെ ഉണ്ട്. എന്താണ് ഈ കല്ലായി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ സമരക്കാരുടെ നിലപാട്? അവർ അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണോ? പോലീസിന്റെ ഭാഷ്യം എന്താണ്? അഭിലാഷ്, ഇന്ന് കോഴിക്കോട് ജില്ലയിലെ രണ്ടിടത്താണ് പ്രതിഷേധമുണ്ടായത്. ആദ്യം വട്ടക്കിണർ ഭാഗത്താണ് കോഴിക്കോട് ജില്ലയിലെ. ഇവിടെ ഒരു സ്ഥലത്ത് മാത്രം കല്ല് സ്ഥാപിക്കുന്നതിനിടയിൽ ആ കല്ല് പിഴുതെടുത്ത് എറിയുകയായിരുന്നു ചെയ്തത് പ്രദേശവാസികൾ. അതിനുശേഷമാണ് കല്ലായി ഭാഗത്ത്, ഇപ്പം ഞാൻ നിൽക്കുന്ന കല്ലായി പുഴയുടെ തീരത്താണ്, ഇവിടെ രണ്ടിടത്ത് സ്ഥാപിച്ച കല്ലുകൾ നാട്ടുകാർ എറിഞ്ഞു. UDF BJP പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇവിടെ പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോഴും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. വൻ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്തുണ്ട്. ഒപ്പം തന്നെ കേരയിൽ അധികാരികളും സ്ഥലത്തുണ്ട്. ഏത് വിധേനയും കല്ല് സ്ഥാപിക്കും എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരയിൽ അധികൃതർ. പക്ഷേ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെ നേരിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് നിന്ന് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കല്ലായിൽ ഇതുപോലെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായി. 8ഓളം കല്ലുകൾ നാട്ടുകാർ പിഴുത് എറിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെയും വലിയ തോതിൽ പ്രതിഷേധമുണ്ടായി. 2 സ്ത്രീകൾക്ക് പരിക്കേൽക്കുന്ന ഒരു സംഭവമുണ്ടായി. എന്നാൽ അത്രത്തോളം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് പ്രകോപനപരമായ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ജനങ്ങൾ പ്രതിഷേധവുമായി വരുമ്പോൾ പോലീസ് ഒരു പരിധിവരെ ഇത് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ജനങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ ഏത് വിധേനയും ഈ പദ്ധതി തങ്ങളെ ബാധിക്കുന്ന, തങ്ങളുടെ ഭൂമിയും അതുപോലെ തന്നെ മറ്റ് കുടിയിരിപ്പുകളും ബാധിക്കുന്ന രീതിയിലേക്ക് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് അനുവദിക്കുന്നില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ്. ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വലിയ ആൾക്കൂട്ടം ഇവിടെ എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. ഒരിടത്തും കല്ല് സ്ഥാപിക്കുന്നത് അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ UDF നേതാക്കളുണ്ട്, BJP ജില്ലാ പ്രസിഡന്റ് VK സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘമുണ്ട്. എല്ലാവരും രാവിലെ മുതൽ തന്നെ ഇവിടെ സജീവമായി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ കോഴിക്കോട് ജില്ലയിൽ വലിയ പ്രതിഷേധം തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, ആദ്യമായി കോഴിക്കോട് ജില്ലയിലാണ് ഈ കേരളിനെതിരെയുള്ള പ്രതിഷേധമുണ്ടായത്. കേരയിൽ വിരുദ്ധ സമിതി ഉണ്ടായത് കോഴിക്കോടാണ്. കാട്ടിൽ പീടിക കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം. അതിനുശേഷം കല്ലായിലും മറ്റു ഭാഗങ്ങളിലേക്കും ഈ കല്ലിടൽ പ്രവൃത്തിയുമായി ഇറങ്ങിയ ഉദ്യോഗസ്ഥരെ തടയുകയും കല്ല് പിഴുതെടുത്തെറിയുന്ന രീതിയിലേക്കുള്ള സമരപരിപാടികളിലേക്ക് ആളുകൾ പോവുകയാണ്. എന്തായാലും കേരളയിൽ അധികൃതർ ഇപ്പോഴിവിടെയുണ്ട്. സംഘടിച്ച നാട്ടുകാരുമുണ്ട്, പോലീസുമുണ്ട്. എന്തായാലും ഒരു കാരണവശാലും കല്ല് സ്ഥാപിക്കുന്നത് അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇവിടുത്തെ. വിനീഷ് സൂചിപ്പിക്കുന്നത് പോലെ കോഴിക്കോട് ഇന്ന് 2 ഇടങ്ങളിൽ വലിയ പ്രതിഷേധം തുടരുകയാണ്. അതിൽ കല്ലായിയിൽ ഇപ്പോഴും പ്രതിഷേധക്കാർ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഉദ്യോഗസ്ഥരും കല്ല് സ്ഥാപിക്കാൻ എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരും അവിടെ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. സിൽവർ ലൈൻ സമരത്തിന്റെ പേരിൽ പാവപ്പെട്ട ജനങ്ങളെ ജയിലിലേക്ക് അയക്കാൻ സമ്മതിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലെ UDF പ്രവർത്തകർ കല്ല് പിഴുതെറിഞ്ഞ് ജയിലിലേക്ക് പോകും. KPCCയുടെ സമരപരിപാടികൾ ഇന്ന് പ്രഖ്യാപിക്കും. നന്ദിഗ്രാമിൽ CPIM-ന് സംഭവിച്ചതുപോലെ തന്നെ ഇവിടെയും സംഭവിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. അല്ല, അടുത്ത ഘട്ടം ഇപ്പം ഞങ്ങൾ UDF-ന്റെ ജനകീയ സദസ്സ് ഈ പദ്ധതിയിലെ പൊള്ളത്തരം മുഴുവൻ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുന്നതിന് വേണ്ടിയിട്ടാണ് 100 ജനകീയ സദസ്സുകൾ UDF ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ചെങ്ങന്നൂരിൽ നടന്നത്. ഇന്ന് KPCC പ്രസിഡന്റ് KPCCയുടെ സമരപരിപാടികൾ പ്രഖ്യാപിക്കും. സാധാരണക്കാരായ ജനങ്ങളാണ് ഈ സമരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആബാലവൃദ്ധം ജനങ്ങളും ഈ സമരത്തിൽ പങ്കാളികളായി. കേരളം ഇതുവരെ കാണാത്ത ഏറ്റവും വലിയ ജനകീയ സമരത്തിൻ്റെ തിരശീലയാണ് ഉയർന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ സമര ചരിത്രത്തിലെ ഐതിഹാസിക സംഭവമായി മാറാൻ പോകുന്ന സമരമാണിത്. നന്ദിഗ്രാമിൽ CPM-ന് സംഭവിച്ചത് തന്നെ ഈ ധാർഷ്ട്യവും വാശിയുമായിട്ട് മുഖ്യമന്ത്രി പോയാൽ കേരളത്തിലെ CPM-നും അത് സംഭവിക്കും. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേരളയിലിട്ടിരിക്കുന്ന കല്ലുകൾ പിഴുതാൽ പൊതുമുതൽ നശിപ്പിക്കുന്നതിന് എതിരായിട്ടുള്ള കേസുകൾ എടുത്ത് ജയിലിലടയ്ക്കും. ആ പണം അടച്ചാൽ മാത്രമേ ജാമ്യം കിട്ടുകയുള്ളെന്നാണ്. അതിൽ ഞങ്ങൾ പാവങ്ങളെ ജയിലിലേക്ക് അയക്കാൻ സമ്മതിക്കില്ല. ഞങ്ങൾ തന്നെ പോയി ഈ കല്ലുകൾ പിഴുതെറിയുകയും ഞങ്ങൾ ജയിലിൽ പോവുകയും ചെയ്യും. കേരയിൽ പദ്ധതിക്കെതിരായ സമരപരിപാടികൾ ഇന്ന് KPCC പ്രഖ്യാപിക്കാനിരിക്കെ സിൽവർ ലൈൻ വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നുവെന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ പോലീസ് അതിക്രമം ഉണ്ടായി എന്നും ചൂണ്ടിക്കാട്ടി K മുരളീധരനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നൽകിയില്ല. സ്ത്രീകളെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു, കുട്ടികളെ തല്ലുന്നു. ഇപ്പോൾ ഇതിന് പൊതുമുതലായിട്ട് കണക്കാക്കുകയാണ്. ഒരു കല്ലിന് 5000 വെച്ച് ജനങ്ങളെ
നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി അവരെ കേസിൽ പ്രതികളാക്കും എന്ന് തുടങ്ങിയുള്ള ഭീഷണികളാണ്. ഇതിനെ ഞങ്ങൾ ശക്തമായിട്ട് നേരിടും. CPIM പാർട്ടി കോൺഗ്രസിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം സംസ്ഥാന നേതാക്കളുമായി കൂടിയാലോചിച്ചെടുക്കുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ KPCCയുമായി കാര്യങ്ങൾ സംസാരിക്കും. സംസ്ഥാന രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സംസ്ഥാന നേതാക്കളാണ്. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന കാര്യം KV തോമസ് ദേശീയ നേതൃത്വവുമായി സംസാരിച്ചിട്ടുണ്ട് എന്നും താരിഖ് അൻവർ പറഞ്ഞു. I think it is up to the congressmen of Kerala. They want to participate or not. But of course, the party interest will be our priority. The final decision will be taken After the consultation of all leaders in Kerala. And I'm sure the High Command will take appropriate step. High Command will hear the Kerala leaders and will take the appropriate. Of course, because it will affect Kerala politics. So we have to take Kerala leaders into confidence. ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്ത അല്പസമയത്തിനകം. നമസ്കാരം.